ഹായ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഇപ്രാവശ്യത്തെ മലപ്പുറം ജില്ലാ കലോത്സവം കോട്ടക്കൽ GRHSS സ്കൂളിൽ വെച്ച് നടന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എൻ്റെ കലോത്സവ അനുഭവങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. ഉറുദു ഗസൽ ആലാപനം എന്ന വിഭാഗത്തിലാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഹാർമോണിയം വായിക്കാൻ മൂസി മാഷും അതേപോലെ തബല വായിക്കാൻ മുജീബ് മാഷും ഉണ്ട്. ഞങ്ങളുടെ പ്രാക്ടീസ് സെക്ഷൻ മഞ്ചേരി മെലോഡിയിൽ വെച്ചായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യവും മൂസി മാഷും മുജീബ് മാഷും തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നത്. അജബ് അപ്ന ഹാൽ ഹോത്ത എന്ന ഗസലാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. മൂസി മാഷും മുജീബ് മാഷുമാണ് എനിക്കിത് പ്രിപ്പയർ ചെയ്ത് തന്നത്. 28-ാം തീയതി ആയിരുന്നു എൻ്റെ മത്സരം. അന്ന് രാവിലെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഞാൻ ഇറങ്ങി. ഞാനെത്തിയപ്പോൾ തകൃതിയായി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം നടക്കുന്നത് ഹൈസ്കൂൾ വിഭാഗം ഉറുദു ഗസൽ ആലാപനമാണ്. അതിനുശേഷമാണ് ഹയർ സെക്കൻഡറിയുടേത്. ഞാൻ ഹയർ സെക്കൻഡറി വിഭാഗമാണ്. വേദി 13 ദിൽറുബയിൽ വെച്ചാണ് ഗസൽ ആലാപനം നടക്കുന്നത്. ഞാൻ ചെല്ലുമ്പോൾ വേദി 1-ൽ ഒപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വേദി 13-ലേക്ക് പോകുന്ന വഴിക്ക് മോഹിനിയാട്ടം നടക്കുന്ന വേദിയുണ്ട്. വേദി 13-ൽ ഹൈസ്കൂൾ വിഭാഗം ഗസൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹയർ സെക്കൻഡറി വിഭാഗം ഗസൽ മത്സരം ഉച്ചഭക്ഷണത്തിന് ശേഷമാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി. എനിക്ക് കിട്ടിയ കോഡ് നമ്പർ 68ആണ്. അപ്പോൾ എൻ്റെ പെർഫോമൻസിൻ്റെ കുറച്ച് ഭാഗം കാണാം. जब अपना हाल होता, जब अपना हाल होता, तेरे वादे पर सितम कर अभी तेरे वादे पर तेरे वादे पर सितम है, तेरे वादे पर सितम है, तेरे वादे पर सितम कर अभी और साफ करके कभी दिल निसार होता, जब अपना ഹയർ സെക്കൻഡറി വിഭാഗം ഉറുദു ഗസൽ ആലാപനം 66 എ ഗ്രേഡ്, 67 എ ഗ്രേഡ്, 68 എ ഗ്രേഡ്. ഇതിൽ നിന്നും സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാൻ യോഗ്യത നേടിയിട്ടുള്ളത് കോഡ് നമ്പർ 68. കേരള വിഷന്റെ കലാക്കോട്ട അല്ലെങ്കിൽ നമ്മുടെ പവലിയൻ സന്ദർശിക്കാൻ മറ്റൊരു മിടുക്കൻ കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് പേര്? എൻ്റെ പേര് മുഹമ്മദ് മിഷാൽ. ഇപ്പോൾ നമ്മൾ ഏത് ഇനത്തിലാണ് സമ്മാനം ലഭിച്ചത്? ഉറുദു ഗസൽ ആലാപനം ഹയർ സെക്കൻഡറി. എൻ്റെ ഈ വിജയത്തിന് കാരണക്കാരായ എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും അതുപോലെ എൻ്റെ മാതാപിതാക്കൾക്കും ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു.